BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച ദളിത് സംയുക്ത സമരസമിതിയുടെ ഹർത്താൽ ആഹ്വാനം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കുമെന്നും വ്യാപാര സ്ഥാപനങ്ങളും വാഹന ഉടമകളും ഹർത്താലിനോട് സഹകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ മുഴുവനും അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം തുടങ്ങുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദളിത് സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ 28-ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പ്രതികളും അധ്യാപകരുമായ ഡോക്ടർ റാമിനെയും സംഗീത നമ്പ്യാരെയും അറസ്റ്റ് ചെയ്യാതെയും ഏപ്രിൽ 10-ന് നിതിൻ രാജിനെ വിചാരണ ചെയ്ത് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെ പ്രതി ചേർക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പോലും തയ്യാറാകാതെയും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. അഡ്മിഷൻ ലഭിച്ച അന്നു മുതൽ നിതിൻ രാജിന് കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത ജാതി വിവേചനമാണ്. നിറത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും പേരിൽ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ക്രൈമാണ് നടന്നിട്ടുള്ളത്. നിതിൻ രാജിൻ്റെ മരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഇതിലെ പ്രതികളെന്ന് പറയുന്നത് ആ കോളേജിലെ അധ്യാപകരും മാനേജ്മെൻറ്റും സ്റ്റാഫുകളുമാണ്. ഇവരെ അട്രോസിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിതിൻ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലും 52ഓളം പട്ടികജാതി പട്ടികവർഗ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാനത്തൊട്ടാകെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഉള്ള ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നാളെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പത്രം, പാല്, ആംബുലൻസ്, മെഡിക്കൽ സ്റ്റോറ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്രകൾ, റെയിൽവേ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ വ്യാപാരികളോടും ബസ് ഉടമകളോടും വാഹന ഉപയോക്താക്കളോടും പറയാനുള്ളത്, സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഈ ജാതി വിവേചനം അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ സ്വമനസ്സാലെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഹർത്താൽ പൂർണ്ണമാക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് കോതമംഗലം താലൂക്കിലെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചൊവ്വാഴ്ച ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിൽ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ, വാഹന ഉടമകൾ, തൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവരും ജനകീയ ഹർത്താലിനോട് സഹകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമരസമിതി നേതാക്കളായ ശശി കുഞ്ഞുമോൻ, KC അയ്യപ്പൻ, നാരായണൻ PK, ലൈജു AT, ഹരികൃഷ്ണൻ KK എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.